അതിന്റെ ദൃശ്യങ്ങളും കാണുന്നു. അവിടെ വാക്കുതർക്കമാണ്, ധർമ്മസ്ഥലയിൽ വാക്കുതർക്കമാണ്, വാക്കേറ്റം നടക്കുകയാണ്. ഡി ഗ്യാങ് സംഘടിച്ചെത്തി അവരാണ് മാധ്യമങ്ങൾക്ക് നേരെ ആക്രമം അഴിച്ചുവിട്ടത്. അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് സംഘവും അവിടെ ഉണ്ട്. അവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധം തീർക്കുന്നുമുണ്ട്. ഇതാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ധർമ്മസ്ഥലയിൽ പരിശോധന തുടരുന്നതിനിടെയാണ് ഇങ്ങനത്തെ അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ സത്യങ്ങൾ പുറത്തു വരുവാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്, ഇങ്ങനെ ഡി ഗ്യാങ് എന്നാണ് അവർ അറിയപ്പെടുന്നത്, അവരാണ് ഇങ്ങനെയുള്ള അക്രമത്തിന് പിന്നിൽ. അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ അവരെത്തിയത്. അതേസമയത്ത് തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തകരും സംഘടിച്ചെത്തിയത്. ഇതാണ് അവിടുത്തെ നിന്നുള്ള ദൃശ്യങ്ങൾ, വാക്കേറ്റം നടക്കുന്ന ദൃശ്യങ്ങൾ. മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളും ആക്രമിച്ചു. ഇത്തരത്തിലുള്ള പുതിയ പുതിയ ദൃശ്യങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മസ്ഥലയിൽ പരക്കെ അക്രമം നടക്കുകയാണ്. അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അക്രമമാണ് നടക്കുന്നത്. ആക്ഷൻ കൗൺസിൽ അത് പ്രതിരോധിക്കുന്നുമുണ്ട്. അവിടെ മാധ്യമങ്ങളെ ആക്രമിച്ചു, മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ തല്ലി തകർത്തു, മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് കേടുവരുത്തി. ഇതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരമാണ് KV ബൈജു നൽകുന്നത്. ബൈജു, അവിടെ അക്രമം നിർത്തുന്നില്ല എന്നാണല്ലോ, മാധ്യമങ്ങളുടെ വാഹനങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ അതും വ്യക്തമാണ്. പോലീസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് തടസ്സപ്പെടുത്തുക ഈ ലക്ഷ്യത്തോടു കൂടിയായിരുന്നുവല്ലോ. മാരകായുധങ്ങളുമായി ഡി ഗ്യാങ് സംഘടിച്ചെത്തിയതായിരുന്നുവല്ലോ വൈകിട്ട്. പക്ഷേ ഈ ആക്ഷൻ കൗൺസിൽ പ്രതിരോധിച്ചതോടുകൂടി, അവരുടെ ആളുകൾ ഒന്നിച്ചെത്തിയതോടുകൂടി ഡി ഗ്യാങ് പിന്തിരിയുകയായിരുന്നു പിന്നീടുണ്ടായത്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? മഞ്ജുഷ, ഈ ഡി ഗ്യാങ് ഇവിടെ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ, ഇവർ 100ഓളം ആളുകൾ ഇവിടെ എത്തിയപ്പോൾ ആ ആക്ഷൻ കമ്മിറ്റി ഇത് പ്രതിരോധിക്കാനാണ് അവിടെ എത്തിയത്. കാരണം ഇതിൻ്റെ ഒരു അന്വേഷണം വളരെ അന്തിമഘട്ടത്തിലേക്ക്, അതല്ലെങ്കിൽ ഇത് യഥാർത്ഥ ഇതിൽ കുറ്റവാളികളിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുക, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ഇവിടുന്ന് അടിച്ചോടിക്കുക, ഇതാണ് ഡി ഗ്യാങ് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ആദ്യം തന്നെ പല ഭീഷണികളുണ്ടായിട്ടും നമ്മൾ കൊല്ലുമെന്ന് പോലും പറഞ്ഞിട്ടും നമ്മൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തു. ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരെ വാഹനങ്ങൾ ആക്രമിക്കുക, ക്യാമറകൾ തല്ലിത്തകർക്കുക, അങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മാധ്യമപ്രവർത്തകരെ മുഴുവൻ ഇവിടെ നിന്നും പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ ധർമ്മസ്ഥലയിൽ വരാത്ത രീതിയിലാക്കാനാണ് ഈ ഡി ഗ്യാങ് ഇന്ന് ഉദ്ദേശിച്ചത്. ആ രീതിയിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇവർ സംഘടിച്ചെത്തിയത്. കാരണം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു 6ഓളം അസ്ഥികൂടങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിലും കൂടുതലുണ്ടാകാം. വലിയ തോതിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ലഭിച്ചു എന്നാണ് പറയുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം SIT വളരെ രഹസ്യമായി, കാരണം ഇത് SIT മുന്നിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഇത്തരം കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യം വന്നാൽ അത് ഇതിലെ കുറ്റക്കാരായവർക്ക്, അല്ലെങ്കിൽ ഇത്തരം നീച പ്രവൃത്തി ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ അവർ പ്രതിരോധിക്കാൻ രംഗത്ത് വരും. അതിന് പല വിധമാനം കൊടുക്കും. കാരണം ഇതിൽ ക്ഷേത്രം എന്ന് പറയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രയോഗം ഉണ്ടാകാം. അത് ഇല്ലാതാക്കാനാണ് SIT വളരെ രഹസ്യമായി ഈ രീതിയിൽ. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ആളുകൾ കൂടുതലായി ഇവിടെ എത്തുന്നതാണ്. മാധ്യമങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ, മഴയും വെയിലും ഒക്കെ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആക്ഷൻ കമ്മിറ്റി 2,000-3,000 ആളുകളാണ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിലുണ്ടായത്. അത്രത്തോളം ആളുകളെ പ്രകോപിതരാക്കിയിട്ടുണ്ട് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം. എന്തായാലും നാളെ ആക്ഷൻ കമ്മിറ്റി ഇവിടെ സുരക്ഷയൊരുക്കും. മാധ്യമപ്രവർത്തകർക്ക് പോലീസ് നൽകിയില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി സുരക്ഷയൊരുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അത് വാഹനങ്ങളൊക്കെ തല്ലിത്തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മഞ്ജുഷ്, ഇതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി, അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്തു വന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഡി ഗ്യാങ് സംഘടിച്ചെത്തിയത്. ഇപ്പോൾ മനാഫ് പൊതുപ്രവർത്തകൻ, അദ്ദേഹം കൂടി ചേരുകയാണ്. മനാഫ്, എന്താണ് ഇപ്പോൾ ഇത് പ്രതീക്ഷിതായിരുന്നു ഏത് സമയത്തും അവിടെ ഒരു ഗ്യാങ്ങിന്റെ ആക്രമണം ഉണ്ടാകും, ഡി ഗ്യാങ് ആക്രമണം നടത്തുമെന്ന്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പരിശോധന തുടങ്ങിയതോടുകൂടി അവർ പൊതുമധ്യത്തിലേക്ക് എത്തിയിരുന്നില്ലല്ലോ.
പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുവാനുള്ള കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും അവിടുത്തെ അന്വേഷണം ബുദ്ധിമുട്ടുള്ളതായി മാറുമോ? പോലീസ് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ ധർമ്മസ്ഥലയിൽ? എന്നോടാ ചോദ്യം? മനാഫ് സാർ, ഇന്നത്തെ വിഷയം തന്നെ നോക്കി ഇത് ഏകദേശം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്രാമത്തിലുള്ള പല ആളുകളും ഇപ്പൊ രംഗത്തേക്ക് വന്ന് തുടങ്ങിയതാ. ഇന്ന് തന്നെ SITന്റെ മുന്നിൽ 6 ആളുകളാണ് ഈ വിഷയം പറഞ്ഞിട്ട് അവരുടെ ആളുകളെ നഷ്ടപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ മറവ് ചെയ്തത് കണ്ട ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആളുകൾ ഭയം ഒഴിവാക്കിയിട്ട് ഈ വിഷയത്തിൽ രംഗത്തേക്ക് വന്നു എന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു അക്രമവും നടക്കുന്നത്. അതായത് മാധ്യമ പ്രവർത്തകരെ തന്നെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് എല്ലാം ഇവിടെ ഭയപ്പെട്ടിട്ട് എല്ലാം ഇവിടെ നിൽക്കുന്നുള്ള ഒരു ധാരണയാണ് ഈ ഇതിന്റെ പിന്നിൽ ചെയ്ത ആളുകളുടെ. ഒരു 3 ചെറുപ്പക്കാരായ മാധ്യമ പ്രവർത്തകരെ തല്ലാൻ വേണ്ടിയിട്ട് 100 ആളോളം ആണ് എന്താണ് മാരക ആയുധങ്ങളായിട്ട് വന്നത്. ഇരുമ്പിന്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചത്. 3 ആൾക്കാരെ സ്ഥിതി സീരിയസ് ആണ്. അപ്പം ഇതിന്റെ പിന്നില് ആരും ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കണ വെറുതെ അമ്പലത്തിനെ എന്താ പറയാ അമ്പലത്തിന്റെ പേര് കെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിക്കണെന്ന് പറയുമ്പോൾ ഇത് ഭൂമിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് വന്നതാണോ ഈ 100ഓളം വരുന്ന ഈ അക്രമി സംഘം? അപ്പൊ ഇവിടെ ഇതിന് ഒരു നീതിന്യായ വ്യവസ്ഥ ഒന്നും ഇല്ലേ? ഈ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണ്ടേ? ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പോരാട്ടക്കാരെല്ലാരും കുറെ ദിവസങ്ങളായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യമായി പോലീസിനോട് അക്രമം ഉണ്ടാവും. പിന്നെ അതിന് പോലീസ് ബന്ദോബസ്ത് വേണം. ഇതിപ്പോ എന്താ പറഞ്ഞ സൗജന്യന്റെ വീടിന്റെയും ഈ 11ാം നമ്പർ പോയിന്റിന്റെയും എടുത്തായിട്ടാണ് ഇപ്പൊ ഈ അക്രമം ഉണ്ടായത്. അതായത് റൂട്ടുമെന്നാണ് അക്രമം ഉണ്ടായത്. 100ഓളം ആളുകൾ വന്നിട്ട് ഈ മാധ്യമ പ്രവർത്തകരുടെ വില കൂടിയ ക്യാമറ ഇതൊക്കെ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. വാഹനങ്ങൾ തകർത്ത്. അതുപോലെ തന്നെ ഈ 3 പേരുടെ നില ഗുരുതരാണ്. അപ്പൊ എവിടെയാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ പിന്നോട്ട് നിൽക്കാനല്ലേ ഇവര് ഉദ്ദേശിക്കുന്നത്? അല്ല, അപ്പോൾ ആക്ഷൻ കൗൺസിൽ പ്രതിരോധിക്കാൻ എത്തിയിരുന്നു. എങ്ങനെയാണ് അവിടെ അല്ലല്ല ഈ ഡി ഗ്യാങ് അവിടെ പിരിഞ്ഞു പോയിട്ടില്ല എന്നാണോ മനാഫ്? ഇപ്പോൾ ഈ കൂടി നിൽക്കുന്നവർ ഡി ഗ്യാങ്ങിൽപ്പെട്ട ആളുകളാണോ അതോ ഈ ആക്ഷൻ കൗൺസിലിന്റെ ആളുകളാണോ? അങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണല്ലോ. താങ്കൾക്ക് പക്ഷേ അറിയാം, അവിടുത്തെ അവിടെ പരിചിതനായ ആളായതുകൊണ്ട്. അല്ല, ആക്ഷൻ കമ്മിറ്റി സാധാരണ ഈ ഒരു ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകള് പൊതുവെ ഈ ഒരു കുഴിക്കുന്ന സമയത്ത് അവിടെ വരാറില്ല. അവിടെ ഉദ്യോഗസ്ഥർക്ക് ആ ജോലി ചെയ്യാനും മാധ്യമ പ്രവർത്തകർക്ക് ജോലി ചെയ്യാനും കമ്മിറ്റിന്റെ തീരുമാനമാണ് ആ പരിസരത്ത് ഞങ്ങളാരും ഉണ്ടാവരുത് എന്നുള്ളത്. ആ തീരുമാനപ്രകാരം അവിടെ ആരും ഇല്ല. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകരായ അഭിഷേക്, കുഡ്ല രാംപേജ്, പിന്നെ സഞ്ചാരി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവര് നിരന്തരം ഇതിന്റെ പിന്നിൽ വാർത്തകൾ ചെയ്ത ആളുകളാണ്. പിന്നെ ആരൊക്കെ ഉണ്ട് എന്നുള്ള അറിയില്ല. മറ്റൊരു ഇതില് ഒരു എന്താ പറയാ കമ്മിറ്റി മെമ്പർ പറയുന്നത് വേറെ ആരൊക്കെ മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഉണ്ടാക്കി തന്ന ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തന്ന അഭിഷേക് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ വളരെയധികം സീരിയസ് നിലയിലാണ്. ഞാൻ ശിരൂർ ദൗത്യത്തിന്റെ സമയത്തെ ഉള്ള സൗഹൃദാണ് അദ്ദേഹമായിട്ട്, ആ ചെറുപ്പക്കാരനായിട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ ഞാൻ നിത്യ സന്ദർശകനാണ്. ആ ആൾക്ക് ഇന്ന് സീരിയസ് ആയതെന്ന് അറിയുമ്പോൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ ഭയപ്പെടുത്താനും കൂടിയാണല്ലോ ഇപ്പൊ ഇത് ചെയ്തത്. പക്ഷെ ഇത് ഭയപ്പെടുത്തല്ല ചെയ്യാന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും കാണാൻ പോകുന്നത്. ശരി, DGP സ്ഥലത്തുണ്ടായിരുന്ന ദിവസം തന്നെയാണ് ഇങ്ങനെ അവിടെ ആക്രമണം നടന്നത് എന്നുള്ള കാര്യവും അത് കർണാടക പോലീസിന് നേരെ ഒരു ചോദ്യശരങ്ങൾ ഉന്നയിക്കുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണിത്. കാരണം ഇത്രമാത്രം സുരക്ഷാ സംവിധാനം അവിടെ ഒരുക്കിയിരുന്നു. കാരണം ഇവിടെ പരിശോധന നടക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്, അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് വൈകിട്ടായപ്പോഴേക്കും ഒരു സംഘം സംഘടിച്ചെത്തി, ഡി ഗ്യാങ് എന്നറിയപ്പെടുന്നവർ സംഘടിച്ചെത്തി മാധ്യമങ്ങളെ ആക്രമിച്ചത്. അഭിഷേക് എന്ന മാധ്യമപ്രവർത്തകന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. കമ്പിവടികളുമായിട്ട് ആക്രമിക്കുകയായിരുന്നു ഒരു സംഘം.